പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള ഇടക്കാട് എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഉർവശി കാവിൻ്റെ മുന്നിലാണ്. അത് കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോന്ന. എന്നിട്ട് ബാക്കിയുള്ള വിശേഷ വിവരങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രനട തുറന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൊടിമരം അവിടെ വെച്ചിരിക്കുന്നത്. അവിടെ ഇവിടെ വേട്ടക്കൊരു മകനാണ് അല്ലേ, ബാലുശ്ശേരി എന്ന് വന്നതായിട്ടാണ് സങ്കല്പം അല്ലേ. പക്ഷേ എന്താ പ്രത്യേകത, ചങ്ങാതിയെ വലിയവനായി കണ്ടുള്ള ദൈവമായിട്ടാണ് ഇവിടെ ഉള്ളത് അല്ലേ. പിന്നെ സങ്കല്പം പറയണ്ടോ. അതെ അതെ അതെ, നമുക്കിപ്പോൾ അഹങ്കാരം ഉണ്ടാകുമ്പോൾ നമ്മളെ കാര്യം ബഹുമാനിക്കും. അതെ അതെ, ഇത് കണ്ട നിങ്ങൾ നോക്കും, ഇതിൽ കാണൂല എന്നാ സംഭവം, മനസ്സിലായോ? അത് നിങ്ങൾക്ക് അറിയാൻ പറയേണ്ട ആവശ്യം അതിന്റെ പറ്റി എന്താണെന്നുള്ളത്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ശനിയായിട്ട് ആരാധിക്കും, കളിക്കുന്ന സൂക്ഷിച്ചില്ലേ. അതെ അതെ, പക്ഷേ ശനീശ്വരൻ ഈ ശനിയെ അടക്കി നിർത്തിയ ദൈവമായിട്ടാണ് ഇത് അല്ലേ. അതിൻ്റെ ആണ് അതിൻ്റെ ഏറ്റവും അതിൻ്റെ അല്ലേ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കോലത്ത് നാട്ടിൽ നമുക്ക് കുളം വെക്കാൻ അധികാരമുണ്ട്. 3 ക്ഷേത്രങ്ങളുണ്ട്. ഒന്നാണ് അല്ലേ. ഏതാ 3? രാജരാജേശ്വര ക്ഷേത്രം, പെരിഞ്ചലൂർ ഗ്രാമത്തിൻ്റെ. അതെ 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 അതെ. 2 പശുക്കോവിലകത്തിൻ്റെ തൃക്കേശ്വര ക്ഷേത്രം. അത് കഴിഞ്ഞാൽ ഇവിടെയാണ് അല്ലേ. എന്തുകൊണ്ട് ഇത് കുടുംബക്ഷേത്രം? കുടുംബക്ഷേത്രം അല്ലേ. ഞാൻ ഇത് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് വർത്താൻ പറയാം. 2 മിനിറ്റ് ഞാൻ കാണിച്ചു. വാ. ഇവിടെ എല്ലാ കൂത്തമ്പലം ഇവിടെ പെർമനന്റ് ഇല്ല. അമ്പലം മരത്തിന്റെ എല്ലാ സാധനവും ഇവിടെ റെഡി ആയിരിക്കും. ഉത്സവം കൊടിയേറ്റിയ പിറ്റേന്ന് രാവിലെ ഉണ്ടാവും അല്ലേ. അതെ, ആ പഴയ കാലത്തെ ഓരള അല്ലേ. ലൈറ്റ് ഉണ്ടാവും അതിനുള്ള. അല്ല, ഇതേ ലൈറ്റ് ഉണ്ടാവും അല്ലേ. നമ്മൾ മോഡേൺ ആക്കി മാത്രം കാണിക്കുന്നത്തെ കാലത്ത്. അതെ അതെ, ഇതിനുള്ള ലൈറ്റ് ഇല്ല. ഉണ്ടല്ലോ, അതൊന്നുമില്ല. അത് കുഴപ്പമില്ല. പഴയ കാലത്ത് ഒരള് കാണുമെന്ന് വെച്ചാൽ ചില്ലറ കാര്യ. അത്ര വലിയ ഒരള അല്ലേ. ഇനി ഒലക്ക, ചിലർ ഒലക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒലക്ക ഇതാന്ന് ഒലക്കാന്ന് പഠിച്ചോ അല്ലേ. അങ്ങനെ വെക്കാം. 2 ഒലക്ക, 2 കൊത്ത അല്ലേ. അതെ, അതാണ് അല്ല ചിലവട്ടർ പറഞ്ഞ ഒലക്ക. ഒലക്ക എന്ന് പറയാം. ആ ഒലക്ക ആണോ വീട്ടിൽ ഇപ്പം കണ്ടോ? ഇതാ ഒലക്ക. ഇത് നിങ്ങളെ സാധനം ഇപ്പം പുതിയ ഇറക്കിയ മെഷീൻ അല്ലേ. ഇവിടുത്തെ പ്രധാന ഭക്ഷണം അല്ലേ. ഇവിടുത്തെ എല്ലാ ചടങ്ങുകൾക്കും ശാന്തിമാർ മേൽശാന്തി ഉപയോഗിക്കുന്നത് സ്റ്റോർ റൂമാണ്. അത് സ്റ്റോർ റൂം. അറിയാതെ അല്ലേ. അതെ അതെ, ഇത് കൊല പഴുപ്പിക്കുന്ന സ്ഥലം അല്ലേ. ചെറിയ ഗുഹ പോലെ അതൊക്കെ എല്ലാം ആട്യന്മാരുടെ ഇവിടെ വെച്ചിട്ട് ഇത് വെച്ചിട്ട് അങ്ങ് പൂട്ടിയേക്കും അല്ലേ. മറ്റേ പല കെട്ടിട്ട് ബാങ്ക് പോലത്തോളൂ. എന്താ വെച്ചാൽ
ആ മാലാസം ആമല 50 അമ്പരകളല്ലേ? ಕತ್ತಲೊಕ್ಕೆ ಕತ್ತಲ್ ದುಃಖಂ ಕತ್ತಲೊಕ್ಕೆ ಅಗತ್ಯನು ನಮ್ಮ ಮುಕ್ತಿಬಂಧನ ದೈವಮಿ അമൃതകഥ കല ചൂടി ഉൾപ്പഴച്ചി മഹേഷ് എല്ലാം അങ്ങനെയാണ് എല്ലാം ഇതാരാ ഇതിന്റെ രചന? ആയ കാലത്ത് ആരുണ്ടാക്കിയിട്ടുണ്ടെന്നല്ല അറിയില്ല. അങ്ങനെ ആ മൊഴിയായിട്ട് ചൊല്ലി 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 വന്ന് അവസാനം നമ്മളതൊരു ഇതിലാക്കി കൊണ്ടുവന്നു അല്ലേ? പണ്ടിത് പാടുമായിരുന്നു പണ്ടത്തെ കൂട്ടരല്ലേ? വിളക്ക് ഇതായാലും ദീപാരാധന കഴിഞ്ഞാൽ രാവിലെ കൂട്ടർ വന്നിട്ട് പ്രത്യേക ഇതല്ല ഇന്നത്തെ ആൾക്കാർക്ക് ആർക്കറിയാം ഇങ്ങനെയുള്ള പരിപാടി? പണ്ടത്തെ കൂട്ടം സംഗീതം വീട് നടിച്ച് ഇത് മേൽശാന്തി അല്ലേ? ഇത് അമ്പലത്തിന്റെ വേറെ സ്ഥാനികമാർക്കുള്ള സ്ഥലമാണ്. ഇതെല്ലാം ഓരോ സ്ഥാനികമാണ്. സമയത്ത് വന്നിട്ട് കറങ്ങളുണ്ട്. അതെ സമയത്താണ് അതെ, നമ്മൾ കുറച്ച് ഇരുടായി പോയി. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ഞാൻ എന്നോട് കണ്ടപ്പോൾ അത് ചിലപ്പോൾ സഞ്ജയ് പോയല്ലോ. അത് ഇതാ വരാൻ പറഞ്ഞ ഇവിടെ അമ്മ അല്ലേ? ഈ ഊർവശിക്ക അമ്മ എന്ന് വെച്ചാൽ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും. ഊരിൽ പഴയ അച്ചിക്കാവുന്നു, അതാണ് ഊർപ്പഴച്ചിക്കാവുന്നു. ഊരിൽ പഴയ ഏച്ചിൽ തറിയല്ല. ഏച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു മരമാണ്. അതാണ് ഇതിന്റെ പ്രകൃതി ട്രീയാണ്. അതെയാ? അപ്പൊ അങ്ങനെ രണ്ടും പറയുന്നു. എല്ലാം മൊത്തം അല്ലേ? കൈ കൊണ്ടുള്ളത് അല്ലേ? ഓയിൽ പെയിന്റിങ്ങാ? കൊത്തുപണി ഇതിന്റെ ഉള്ളിൽ മുഴുവൻ കൊത്തുപണിയാണ്. അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ലല്ലോ അല്ലേ? കുഴപ്പം. പിന്നെ അത് പകൽ വന്നിട്ട് എന്തെങ്കിലും പെർമിഷൻ വാങ്ങിയിട്ട്. അതെ അതെ, അത് സൂപ്പർ. ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചുമൽ ചിത്രങ്ങളും ഇങ്ങനെ കൊത്തുന്ന കൂട്ടലും അപൂർവങ്ങളേ ഉള്ളൂ. ഇതെല്ലാം ഇനിയിപ്പം പഠിക്കണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇവിടെ വന്ന് കണ്ടു പഠിക്കേണ്ടി വരും. അതല്ലേ അഗ്രശാല അല്ലേ? ഇതുപോലത്തെ വലിപ്പുള്ള കിണറും ഉണ്ടല്ലേ? കാണാൻ പറ്റുമോ? ഇവിടെ അന്നദാനം ഉണ്ടോ? വന്നാൽ മതി അല്ലേ? ഇത് വേറെ അഗ്രശാല അല്ലേ? ഇത് നമ്മൾ കല്യാണം എല്ലാം നടത്താം. അതെ, ഇത് ഏതെങ്കിലും കൊലത്ത് ഇല്ലത്തിന്റെ കീഴിലാണ് കേട്ടാ? ഒരു 9 അവാർഡ്. 9 അവാർഡാണ് ഇതിന്റെ ട്രസ്റ്റും അല്ലേ? ഓ, ഇത് പിന്നെ എല്ലാം മോഡേൺ ആക്കി ചുമര് മാത്രം നമ്മൾ പഴക്കാക്ക അല്ല? അത് നന്നായി, അതാണ് രസം. അതെ 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 അതെ, കല്ലിൻ്റെ അല്ലേ? ഒരു പ്രത്യേക ടൈപ്പ് ഇഷ്ടിക അല്ലേ? ഓ, ഇപ്പം ആണ് അതിൻ്റെ ഭംഗി വന്ന് കണ്ടാ കണ്ടാ? ഉത്സവത്തിന് നല്ല ഭക്ഷണം. കഴിഞ്ഞ വർഷം കോവിഡ് ആയതുകൊണ്ടാണ് ആദ്യമായിട്ട് അന്നദാനത്തിന് പോകുന്നുണ്ടല്ലേ? ഇത് ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം അല്ലേ? ഇവിടെ നിന്ന് ഭക്ഷണം കൂട്ടുപോരാ. കുക്കിംഗ് ഓഫീസ് അതെ തന്നെ. അടുക്കള ഇതല്ലേ? ഒറ്റ പീസാണല്ലേ? ശ്രീകോവിലിന്റെ നിലത്തെ തറയില്ല, ഒറ്റക്കല്ല അല്ലേ? പക്ഷെ അതെങ്ങനെ കിട്ടി? പണ്ട് കാലത്തല്ലേ അത്ര ഈ കട്ടിലൊക്കെ അതിനല്ലേ പറഞ്ഞേ? ഞങ്ങളൊന്നും വിചാരിച്ചാൽ പോലും അങ്ങനെ അറിയില്ല, ഒന്നും കഴിയില്ല. ഇവിടുത്തെ പൂർവ്വന്മാർ അല്ല, അത്രയും ശ്രദ്ധയോടുകൂടി ആക്കിയെന്നാ പറഞ്ഞേ. അത്രയും ഉണ്ടാക്കിയതാ, അല്ലാതെ ഒന്നും സംഭവിക്കില്ല. ദേവങ്ങൾ എല്ലാം ഇത് ഉപാസന. ഈ ദേവസങ്കല്പം മുഴുവൻ ഉപാസന അല്ലേ? ആരാധനാമൂർത്തിയല്ല. ഇതുപോലെ അഗ്രശാല എവിടെയോ ഉണ്ടല്ലേ? നമ്പൂതിരിമാർ മാത്രം യജ്ഞത്തിന് നിയമമുണ്ടല്ലോ, ആരും ഭക്ഷണം വെക്കണം. അതിന്റെ ലക്ഷണപ്രകാരമാണ് ഇവിടെ അല്ലേ? അങ്ങനെ ഇതിന് അതുപോലെ ഒരു കിണർ, അതിന് വേറൊരു കിണർ. ഓ, അങ്ങനെയുണ്ടല്ലേ? കാണുമ്പോ അതെ ഭരണിക്കെട്ട് ഭരണിക്കെട്ട് അല്ലേ? ഞാൻ ഇവരോട് ചോദിച്ചു എന്താണ് ഈ ഭരണിക്കെട്ട്? നമ്മള് ഭരണിയിൽ എന്താ
എന്താ ഉപ്പിലിട്ട മാങ്ങ. ഉപ്പിലിട്ട മാങ്ങ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും കാലം നിലനിൽക്കും. അതെ അതെ. അതുപോലെയാണ് ഈ സംഭവം. ഈ ശക്തി നിലനിൽക്കാൻ വേണ്ടി ഒരു ഭരണി ഉണ്ടാക്കി. ഭരണിയിലാണ് നിലനിർത്തി. ഭരണിയിലല്ലേ കൊത്തിന്റെ പണി തന്നെ. നിങ്ങളിനി ഏത് കെട്ടുപോയാലും ചിലതിൽ നേരത്തെ ഭരണിയായിരിക്കും. അതെ ഇതുപോലെ ഭയങ്കര അതിനനുസരിച്ചുള്ള ശക്തി സ്രോതസ് ഉള്ളതുകൊണ്ടാവും ഇതിങ്ങനെ കെട്ടിയതല്ലേ. ഇത് നമ്മളെ കണ്ണൂരിലെ വെള്ളാക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ഇതില്ല. ഇത് വേറെ കൂട്ടുകാരല്ലേ. അതെ പല ഇട ഈ അമ്മിയുണ്ട്. കുഴിയടുപ്പ്. അതെ പഴയ കാലത്തെ കുഴിയടുപ്പ്. അത് ഇതാണ് കുഴിയടുപ്പ്. എല്ലാം അടുക്കള ഉണ്ടാവും. അമ്മി അല്ലേ. എല്ലാം മോഡേണൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർ ഉപയോഗിക്കലുണ്ട് അല്ലേ. ഇപ്പൊ ഉപയോഗിക്കണ്ടല്ലേ ഈ അമ്മി അല്ലേ. എന്നാ തന്നെ വലിപ്പം എന്താ. അതെ മൊത്തം ഒരു ഒറ്റ പീസ് കരിക്കല. അതെ അതെ ഇതെല്ലാം ഇരുടായി പോയി. പകൽ വന്ന് എടുക്കണ്ട ഉണ്ടല്ലേ. അതുകൊണ്ട് അതെടുത്തു. ഗുജറാത്ത് ഈ ബിസിനസ് ആവശ്യത്തിന് ഇതുവഴി പോകുമ്പോൾ അവരെ സത്രാണ് പോലും അതുകൊണ്ടാണ് പുറത്തവർക്ക് കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കാര്യങ്ങളൊക്കെ നടക്കാൻ. അതെ ഇവിടെ ശരിക്കും 5 കിണറുണ്ടെന്നല്ലേ. ഒരു കിണർ പുറത്താന്നല്ലോ അല്ലേ. അതെ ഇതും പഴയ കാലത്ത് ഉരുളിയല്ലേ. അതെ ഓട്ടു ഉരുളി അല്ലേ. സ്വതവേ കൊറോണ ഇല്ലെങ്കിൽ എത്ര പേർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു നിങ്ങൾ? ഉണ്ടാവും അല്ലേ. എല്ലാ ശനിയാഴ്ച ഇവിടെ എന്താ സങ്കല്പം? സ്ത്രീയൊക്കെ പ്രവേശനമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചോ. രാവിലെ അല്ല അങ്ങനെയല്ല. രാവിലെ 5 മുതൽ 10 മണി വരെ. എന്തുകൊണ്ടാ എല്ലാ ദിവസവും ഇവിടെ നിത്യ വെള്ളാട്ടം കെട്ടിയാടുന്ന സ്ഥലം അല്ലേ. എത്ര മണിക്ക്? രാവിലെ 12:40 വെള്ളാട്ടം. 1 മണി വരെ ചടങ്ങ് എല്ലാ ദിവസവും. 10 മണിക്ക് അവിടെ കെട്ടി നിൽക്കും. കെട്ടി നിന്നാൽ ശരിക്കും ആരും കയറാൻ പാടില്ല. പക്ഷെ ആണുങ്ങള് സ്ഥാനികന്മാർ ആണുങ്ങളല്ലേ. അതെ അതെ ആണുങ്ങളെന്നുള്ള സങ്കല്പം അതുപോലെ കെട്ടി നിൽക്കുന്ന അവര് ഭരിക്കുകയാണ്. ഈ സങ്കല്പം ഒഴിവാക്കുന്നു. അതെ 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 ഇതാണ് ഇതിന്റെ ആരുട അല്ലേ. എന്നിട്ട് ഭഗവതിന്റെ വേട്ടക്കാരും മകന്റെയും ആരുട തൊണ്ടച്ച്. ഞാൻ എന്തായാലും പകലൊരു ദിവസം വരും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ രാത്രി സമയത്ത് ആയതുകൊണ്ട് നമുക്കൊന്നും വ്യക്തത അല്ല. എന്തായാലും നിങ്ങൾ 3 എപ്പിസോഡ് ഉണ്ടാവും. 3 എപ്പിസോഡ് വരുമ്പോൾ അങ്ങനെ 400 ആൾക്കാർ എത്തും. അതെങ്ങനെയാണ്? അതെ ഇല്ല ഞാൻ കേട്ടിട്ടില്ല. പോയതല്ലേ. ഈ കല്ല് എന്താ സങ്കല്പം പറഞ്ഞിട്ടുള്ള അറിയില്ലല്ലേ. അതെ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഒരു ശനീശ്വരന്റെ ഇത്. അതെ അതെ ശനീശ്വരന്റെ ലുക്ക്. അതെ അതാ ഫീൽ ചെയ്യുന്ന എനിക്ക്. അതെ 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 അല്ലേ. ഇതിന് പുറത്തും ഇതില്ലേ. ഏച്ചിലല്ലേ. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ചില്ലകള് 2 അടുത്ത് ഒന്നായിട്ട് മാറും അല്ലേ. അതിദേവസങ്കല്പം. പക്ഷെ ഇത് കാണുന്നില്ല. അതാണ് ഇത് കാണുന്നില്ല. ഫുൾ വെളിച്ചം വെച്ചിട്ട് കാണുന്നില്ല. എന്തായാലും ഇതിപ്പോ ഞാൻ പകലൊരു വെള്ളാട്ടുണ്ട്. ഉച്ച 12:30 വെള്ളം. എപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ. ഉച്ചക്ക് 12:30 വെള്ളാട്ടില്ല. ഞാൻ അതിന് മുമ്പിട്ട് ഒരു ദിവസം ഒരു 10-15 മണിക്ക് വന്നിട്ട് കംപ്ലീറ്റ്